കഴിഞ്ഞൊരു അറൗണ്ട് 5 months ആയിട്ട് ഞാൻ ഭയങ്കര ഉൾവലിഞ്ഞിരിക്കുന്നൊരു പീരീഡായിരുന്നു എല്ലാം കൊണ്ടും. ആൻഡ് ഐ ഹാഡ് എ മേജർ മെൻ്റൽ ബ്രേക്ക് ഡൗൺ തന്നെ വേണമെങ്കിൽ പറയാം. ബട്ട് വട്ടായിപ്പോയി അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമുക്ക് ചില സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും അത് ഫേസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ആൻറ്റി സോഷ്യൽ ആവും. അങ്ങനത്തെ ഒരു സാഹചര്യം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിശ്വാസം അർപ്പിച്ചൊരു വ്യക്തി നമ്മളെ തന്നെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അല്ലെ. റീസെന്റ് അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു യുവതിയുടെ അനുഭവം കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. ആ അനുഭവം ഷെയർ ചെയ്തത് മറ്റാരുമല്ല, അഭിരാമി സുരേഷ്. അഭിരാമി സുരേഷ് ആരാണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ ഗായികയായിട്ടുള്ള അമൃത സുരേഷിന്റെ സഹോദരി തന്നെ. ഈ അഭിരാമി സുരേഷിനെ അറിയുന്നവർക്കറിയാം, പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു കാലത്ത് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അല്ലേ. എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നിരന്തരമായി പോസ്റ്റുകളും വീഡിയോകളും ഇട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന അഭിരാമി സുരേഷ് എന്ന് പറയുന്നത്. എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് പെട്ടെന്ന് ഒരു ദിവസം പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രത്യക്ഷയായി. അതോടെ ഒരുപാട് ആളുകൾ പുള്ളിക്കാരെ അന്വേഷിക്കാൻ തുടങ്ങി, എന്ത് പറ്റിയൊന്നും ചോദിച്ചുകൊണ്ട്. പക്ഷെ പുള്ളിക്കാരി ഒന്നും അതിന് മറുപടി നൽകില്ല. അങ്ങനെ 5-6 മാസത്തോടെ അങ്ങനെ തുടർന്നു. അങ്ങനെ 5-6 മാസത്തിന് ശേഷം ഒരു 2 ദിവസം മുമ്പേ പുള്ളിക്കാരി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യത്തിന് ശേഷമാണ് പുള്ളിക്കാരി ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്. വളരെ നീണ്ടൊരു പോസ്റ്റ് ആണ് അത്. അതിന്റെ തുടക്കഭാഗം മാത്രം ഞാനൊന്ന് വായിച്ചുതരാം. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പലരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എങ്ങോട്ടാണ് അപ്രത്യക്ഷയായതെന്ന്, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയധികം അകന്നു പോയതെന്ന്, എന്തുകൊണ്ടാണ് മുമ്പത്തെ പോലെ ഞാൻ ആളുകൾക്കിടയിൽ വരാത്തതെന്ന്. ഇതാണ് അതിനുള്ള മറുപടി. കഴിഞ്ഞ വർഷത്തിന്റെ അവസാനത്തിലും ഈ വർഷത്തിന്റെ തുടക്കത്തിലുമായി എന്റെ ബിസിനസ് വ്യാപിപ്പിക്കാനും വർഷങ്ങളായി ഞാൻ കണ്ട സ്വപ്നത്തിലേക്ക് നടക്കാനുമുള്ള ശ്രമത്തിനും ഇടയിൽ ഞാൻ ചെന്ന് വീണത് ഒരു സാമ്പത്തിക കെണിയിലായിരുന്നു. അങ്ങേയറ്റം വിശ്വസ്തനും മാന്യനും പ്രൊഫഷണലുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കെണി ഒരുക്കിയിരുന്നത്. ഈ വ്യക്തിയുടെ പേര് വിവരങ്ങൾ ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, കാരണം നിയമപരമായിട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. എനിക്ക് ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. എന്നാൽ ഇതൊരു സ്ഥിരം രീതിയാണെന്നും എന്നെ പോലെ കൂടുതൽ ആളുകൾ ഇയാളുടെ വഞ്ചനയ്ക്കിരയായിട്ടുണ്ടെന്നും ബോധ്യപ്പെട്ടാൽ മറ്റാരും ഇത്തരം കുഴികളിൽ വീഴാതിരിക്കാൻ തീർച്ചയായിട്ടും ഞാൻ പരസ്യമായി മുന്നോട്ട് വരിക തന്നെ ചെയ്യും. വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സംരംഭകനെ പോലെ തികച്ചും ആത്മാർത്ഥമായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. വാഗ്ദാനങ്ങൾ വളരെ വലുതായിരുന്നു. അവരുടെ സമീപനം വളരെ ചിട്ടവും വിശ്വസനീയവും ഏതാണ്ട് ഒരു ബാങ്ക് ഇടപാട് പോലെയും ഒക്കെ ആയിരുന്നു. വലിയ സ്വപ്നങ്ങളുമായി സ്വന്തം നിലയിൽ എന്തെങ്കിലും കെട്ടിപ്പടുത്താൻ ശ്രമിക്കുന്ന, എന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച പ്രിയപ്പെട്ട മനുഷ്യർക്ക് അർഹമായത് നൽകി എല്ലാത്തിനെയും കൂടുതൽ വ്യവസ്ഥാപിതമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ വലിയ വഴിത്തിരിവ് ഇതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അത് ഞാൻ വിശ്വസിച്ചു. ആ വിശ്വാസത്തിന് ഞാൻ വലിയ വില നൽകേണ്ടി വന്നു. ആ വാഗ്ദാനങ്ങളുടെ പുറത്ത് ഞാൻ പലർക്കും ഉറപ്പുകൾ നൽകി, ബിസിനസ് വിപുലീകരിക്കാൻ പദ്ധതികൾ തയ്യാറാക്കി, ഫണ്ടുകൾ സമാഹരിച്ചു, ആളുകൾക്ക് എന്റെ വാക്ക് നൽകി. ഈ പിന്തുണ വന്നു ചേരുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയിൽ ഞാൻ എന്റെ ഭാവി മുഴുവനും അതിനനുസരിച്ച് ക്രമീകരിച്ചു. എന്നാൽ കൃത്യമായി ആ തുക കൈമാറേണ്ട ദിവസം ആ വ്യക്തി അപ്രത്യക്ഷനായി. വെറുതെ അങ്ങനെ പെട്ടെന്ന്. പക്ഷെ അയാൾക്കൊപ്പം എന്റെ ബാധ്യതകളും അപ്രത്യക്ഷമായില്ല. ഞാൻ വളരെ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്തതെല്ലാം പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് തകർന്നു വീണു. എന്റെ സാമ്പത്തിക അടിത്തറ തന്നെ തകർന്നു. എന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു. പൂർണ്ണമായ ആത്മാർത്ഥതയോടെ ഞാൻ നൽകിയ വാക്കുകൾ പാലിക്കാൻ കഴിയാതെ വന്നു. എല്ലാത്തിനെയും കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നതിനും മുങ്ങി താഴാതിരിക്കാൻ പോരാടുന്നതിനും ഇടയിൽ ഞാൻ മാനസികമായി പൂർണ്ണമായി തകർന്നു. ഞാൻ ഫോണുകൾ എടുക്കുന്നത് നിർത്തി, ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് അവസാനിപ്പിച്ചു, എന്റെ കണ്ടന്റ് ക്രിയേഷൻ നിർത്തിവെച്ചു, സോഷ്യൽ മീഡിയയിൽ നിന്നും ഞാൻ അപ്രത്യക്ഷനായി. എന്നെ ബന്ധപ്പെടാൻ സാധിച്ചിരുന്ന നമ്പറുകൾ പോലും ഞാൻ ഉപയോഗിക്കാതെയായി. കാരണം ദിവസേന ആളുകളെയും അവരുടെ ചോദ്യങ്ങളെയും പ്രതീക്ഷകളെയും നിരാശകളെയും നേരിടാനുള്ള ശേഷി എനിക്കിനി അവശേഷിച്ചിരുന്നില്ല. ഇതാണ് അഭിരാമി സുരേഷിന്റെ പോസ്റ്റിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അഭിരാമി സുരേഷ് പോസ്റ്റിലൂടെ പറയുന്നുണ്ട്. ഞാൻ എല്ലാം കൂടെ എടുത്തിട്ട് ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും ഇത്രയും വായിച്ചെടുത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുള്ളിക്കാരൻ എന്തോ സാമ്പത്തികമായി പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതും ചെറിയ രീതിയിലല്ല, വൻ രീതിയിൽ തന്നെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അഭിരാമി സുരേഷിനെ അറിയാലോ, പുള്ളിക്കാരൻ അത്യാവശ്യം ബിസിനസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു ലേഡിയാണ്. സ്വന്തമായിട്ട് കഫയൊക്കെ ഉണ്ട്. ചിലപ്പോൾ അതിന്റെയൊക്കെ വിപുലീകരണത്തിന്റെ ഭാഗമായിട്ട് ഏതോ ഒരു ലോൺ ആപ്പ് പോലുള്ള സംഭവത്തിൽ വന്ന് പെട്ടുപോയതാണ് സംഭവം. അതുവഴി നല്ല ക്യാഷും അഭിരാമി സുരേഷിന് കയ്യിൽ പോയി എന്നുള്ളതാണ്. അതോടെ പുള്ളിക്കാർ മാനസികമായി തളർന്നു എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണയായി സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടുത്തെ സാധാരണക്കാർ തൊട്ട് കോടികൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ വരെ ഇത്തരക്കാരുടെ ചതിക്കെണിയിൽ പെട്ടുപോകാറുണ്ട്, ഇന്നും പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ പണത്തിന് എന്തെങ്കിലും അത്യാവശ്യം വരുന്ന സമയത്ത് ഇതേപോലുള്ള ഏതെങ്കിലും ഫ്രോഡുകളുടെ കയ്യിൽ ചെന്ന് ചാടിക്കൊടുക്കും. അവസാനം ഇത്തരം ഫ്രോഡുകൾ എന്താക്കും, നമ്മുടെ കയ്യിലുള്ളതും കൂടി അവരങ്ങ് ഊറ്റിക്കൊണ്ടുപോകും. അവസാനം ഇങ്ങനെ മൂഞ്ചി തെറ്റിയിരിക്കേണ്ട അവസ്ഥ വരും നമുക്ക്. എന്നിട്ടും പഠിക്കാത്ത കുറെ ഉണ്ട് കേട്ടോ. ഒരു തവണ പറ്റിക്കപ്പെട്ടാലും വീണ്ടും വീണ്ടും ഇത്തരം കെണികളിൽ ചെന്ന് കൊടുക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് അഭിരാമി സുരേഷ് ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്തായാലും അഭിരാമി സുരേഷിന് പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടോക്കാം. ഹായ്, അഭിരാമിയാണ്. കുറച്ചധികം കാലത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള റീസണൊക്കെ ഞാനൊരു പോസ്റ്റിൻ്റെ രൂപത്തിൽ ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ ചുറ്റിപ്പറ്റി കുറച്ചധികം മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഒക്കെയും വരുന്നുണ്ട്.
അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. അത് തന്നെയായിരുന്നു എൻ്റെ അജണ്ടയും. കഴിഞ്ഞൊരു അറൗണ്ട് 5 months ആയിട്ട് ഞാൻ ഭയങ്കര ഉൾവലിഞ്ഞിരിക്കുന്നൊരു പീരീഡായിരുന്നു എല്ലാം കൊണ്ടും. ആൻഡ് ഐ ഹാഡ് എ മേജർ മെൻ്റൽ ബ്രേക്ക് ഡൗൺ എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് വട്ടായിപ്പോയി അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമുക്ക് ചില സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും അത് ഫേസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ആൻറ്റി സോഷ്യൽ ആവും, അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പോൾ അതെന്തുകൊണ്ടുണ്ടായി എന്നൊക്കെയുള്ള കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു. അതിൻ്റെ ഇതായിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് കുറച്ച് മിസ്ഇൻ്റർപ്രറ്റ് ആയി. കാരണം ഞാനൊരാളെ പേര് റിവീൽ ചെയ്യാതെ ഞാൻ അങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്തപ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ അത് കുറച്ച് മിസ്ലീഡിങ് ആയി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ആദ്യം മുതലേ തുടങ്ങാം. അതായത് ഒരു 6-7 months ബാക്ക് എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പാൻഷൻസിനും ഒക്കെയും വേണ്ടിയിട്ട് അതുപോലെ കുറച്ച് സീഡ് ഫണ്ടിങ്ങിൻ്റെയും ഒക്കെയും കാര്യങ്ങൾക്ക് ഒരു പേ ബാക്ക് എന്നൊക്കെ ഞാൻ നോക്കിയിരിക്കുന്നൊരു സമയത്ത് എനിക്കൊരു ഒരാൾ പോപ്ഡ് ഔട്ട് ഓഫ് നോവെയർ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വേറൊരു കാര്യത്തിനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന മെസ്സേജസിൽ നമ്മളങ്ങനെ അത്ര അപ്രോച്ചബിൾ അല്ലാത്ത ഒരാളല്ല. അപ്പോൾ അങ്ങനെ ഒരു കോൺവെർസേഷൻ വന്നു. ആ ആൾക്ക് ഈ പറഞ്ഞ പോലെ ബിസിനസ് യൂണിറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ടൈലർ മെയ്ഡ്, നിങ്ങൾക്ക് വേണ്ട പോലത്തെ കസ്റ്റമൈഡ് ആയിട്ടുള്ള ലോൺ പരിപാടികൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അയാളത് ഷെയർ ചെയ്തപ്പോഴേക്കും നിങ്ങൾ അയാളെ വിശ്വസിച്ച് അയാളെ വരയിലങ്ങ് വീണ് പോയി അല്ലേ? എന്താ ഇതിനൊക്കെ പറയല്ലേ? ജസ്റ്റ് ഒരു പോസ്റ്റിന് താഴെ കമന്റിന്റെ മുകളിൽ ഒരാളെ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്താ ഇതിനൊക്കെ പറയല്ലേ? എന്തായാലും അഭിരാമി സുരേഷിനെ സംബന്ധിച്ചിടത്തോളം അഭിരാമി ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയ മണ്ടൻ തീരുമാനമാണ് ഇതെന്ന് ഞാൻ പറയും. കാരണം യാതൊരു മുൻപരിചയവും ഇല്ലാത്ത വെറും ഒരു കമന്റിന്റെ പുറത്ത് മാത്രം പരിചയമുള്ള ഒരാളുമായി സാമ്പത്തിക ഇടപാട് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് വലിയ മണ്ടത്തരം വേറെ ഇല്ല. നമ്മൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ഏറ്റവും നന്നായി സൂക്ഷിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് പണം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ അക്കൗണ്ടിൽ ₹1 സേവിങ്സ് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും ചെലവാണ്. ആ ചെലവുകളെല്ലാം കഴിഞ്ഞ് നമ്മുടെ അക്കൗണ്ടിൽ നല്ലൊരു തുക സേവിങ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒരുപാട് വർഷങ്ങൾ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ പ്രയത്നിച്ച് നല്ലൊരു തുക നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാക്കാൻ നല്ല പെടാപ്പാടാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയ പണം നഷ്ടപ്പെടാൻ ഒരു നിമിഷം മാത്രം മതി, ഒരു നിമിഷത്തെ അശ്രദ്ധ മാത്രം മതി. അങ്ങനെ പണം നഷ്ടപ്പെട്ട എത്രയോ ആളുകൾ എനിക്ക് പേഴ്സണലി അറിയാം. ദിനം പ്രതി അത്തരത്തിലുള്ള എത്രയോ ആളുകളെ ഞാൻ കാണുന്നുമുണ്ട്. എന്റെ പരിചയത്തിൽ തന്നെയുള്ള ഒരാളുടെ അനുഭവം ഞാൻ പറയാം. നല്ല ബാങ്ക് ബാലൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. നല്ലോണം അധ്വാനിച്ച് നല്ല പണം പുള്ളിക്കാരൻ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഏതൊരു ഓൺലൈൻ ട്രേഡിങ്ങിന്റെ ടീംസ് മൂപ്പരെ സന്ദർശിക്കുന്നത്. എന്നിട്ട് നല്ലൊരു ഓഫർ മൂപ്പരോട് മുന്നോട്ട് വെക്കാണ്. നിങ്ങൾ നല്ലൊരു തുക ഞങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം ഇത്ര രൂപ വെച്ച് റിട്ടേൺ തരാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഓഫർ. മൂപ്പർ ഓഫർ കേട്ടതും ചാടി കയറി പൈസ ആ കമ്പനി കയറി ഇൻവെസ്റ്റ് ചെയ്ത് ഏകദേശം 10 ലക്ഷത്തിന് മുകളിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കാണണം. കറക്റ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. ഘട്ടമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്. എന്തായാലും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് വലിയൊരു തുക ആയതോടെ കമ്പനി നൈസായിട്ട് മുങ്ങി. തുടക്കത്തിലേക്ക് ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാസം ചെറിയ തുകകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വിശ്വാസം കണ്ട് മൂപ്പര് കൂടുതൽ തുക ആ കമ്പനി കയറി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഗ്ലാസ് പണം കൂടുതൽ കിട്ടിയതോടെ അവരങ്ങോട്ട് മുങ്ങി. അതോടെ മൂപ്പര് മാനസികമായും ശാരീരികമായും തകർന്നു എന്നുള്ളതാണ്. അതുവരെ ഭയങ്കര ആക്റ്റീവായി നിന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഈ സാമ്പത്തികമായി പറ്റിക്കപ്പെട്ടതോടെ മൂപ്പര് ആക്റ്റീവ്നെസ് ഒക്കെ അങ്ങോട്ട് കുറഞ്ഞു. ഒരു മൂലക്കലേക്ക് ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറി. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരുപാട് ഫ്രോഡുകൾ നമുക്ക് ചുറ്റും വരുത്തുന്ന ഒരു കാലമാണ് ഇത്. ഇന്നത്തെ കാലത്ത് നമ്മൾ സൂക്ഷിച്ചും കണ്ടും ജീവിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതകാലം മൊത്തം അധ്വാനിച്ചുണ്ടാക്കിയ പണം ഒരൊറ്റ നിമിഷം കൊണ്ട് അങ്ങ് നഷ്ടപ്പെടും. ഇവിടെ അഭിരാമി സുരേഷിന് സംഭവിച്ചതും അങ്ങനെ തന്നെയാണല്ലോ. തന്റെ പോസ്റ്റിന് താഴെ ഒരു വ്യക്തി വന്ന് കമന്റ് ഇട്ടു. ആ കമന്റ് കണ്ട് അയാളെ വിശ്വസിച്ച് അയാളുടെ കൈ കൊണ്ടുപോയി കുറെ പൈസ അങ്ങ് കൊടുത്തു. ലാസ്റ്റ് എന്തായി മൂഞ്ചിരിക്കേണ്ട അവസ്ഥ വന്നു. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. നമ്മളുടെ ആ ഒരു സമയത്ത് ഒരു ആവശ്യകത കാരണവും എൻ്റെ ബിസിനസ്സിനോടുള്ള എൻ്റെ ഓവർ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാരണമായിരിക്കാം അയാൾ പറഞ്ഞതിലൊക്കെ ഞാൻ ഭയങ്കര കൺവിൻസ്ഡ് ആയി. അതായത് ഒരു വലിയ എമൗണ്ട് പ്രോമിസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ CAയുടെ ചാർജസ്, അയാളുടെ പ്രോസസ്സിങ് ഫീ, അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യത്തിന് കുറച്ച് ഫണ്ട് റേസ് ചെയ്യണം. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ ഓൾ ഒരു റാൻഡമായിട്ട് വരുന്നൊരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരാളാണ്. നേരിട്ട് പരിചയമില്ലാത്ത ഒരാൾക്ക് നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇത്രയും പണം കൊടുത്തത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. അപ്പൊ സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഏകദേശം എല്ലാവർക്കും പിടി കിട്ടി കാണുമല്ലോ. ചുരുക്കി പറഞ്ഞ എത്രയേ ഉള്ളൂ സംഭവം. അഭിരാമി സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനും മറ്റു പല ആവശ്യങ്ങൾക്കുമായിട്ട് കുറച്ച് ഫണ്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആവശ്യമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ വ്യക്തി ഏതോ പോസ്റ്റിന് താഴെ വന്ന് കമന്റ് ഇടുന്നത്. ഞങ്ങൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ലോണുകൾ നൽകപ്പെടും എന്നും പറഞ്ഞുകൊണ്ട്. അഭിരാമി സുരേഷ് ആ കമന്റ് കണ്ടതും ആ വ്യക്തിക്ക് നേരിട്ട് മെസ്സേജ് അയച്ചു. അങ്ങനെ വലിയൊരു ലോൺ എമൗണ്ട് അയാൾ അഭിരാമി സുരേഷിന് ഓഫർ ചെയ്തു. അഭിരാമി സുരേഷ് ആണെങ്കിൽ അയാളെ വിശ്വസിക്കുകയും ചെയ്തു. പിന്നെ സംഭവിച്ച എന്താണ്? പ്രോസസിംഗ് ഫീ, ഈ ഫീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പണം അഭിരാമി സുരേഷിന് കയ്യിൽ നിന്ന് അയാൾ വാങ്ങാൻ തുടങ്ങി. ഇത്ര ദിവസത്തിനുള്ളിൽ ലോൺ എമൗണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ള ഓഫർ മുന്നോട്ട് വെച്ചു. അതിനുശേഷം എന്താണ് സംഭവിച്ചെന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും അഭിരാമിക്ക് പറയാനുള്ള വാക്കുകൂടി കേട്ടോക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഇതുകൊണ്ട് അയാൾ ചോദിച്ച് അത്രയും എമൗണ്ട് കൊടുത്തില്ലെങ്കിലും കുറച്ച് couple of lakhs I happened to
പേ ദാറ്റ് ഗൈ. എന്താണ് കപ്പിൾ ഓഫ് ലാക്സോ? ലക്ഷങ്ങൾ കൊടുത്തില്ലേ? അല്ല, ഈ പ്രോസസിംഗ് ഫീയും മറ്റുമൊക്കെ ആയിട്ട് ലക്ഷങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ഓഫർ ചെയ്ത ലോൺ എമൗണ്ട് കോടികളായിരിക്കുമല്ലോ. കൊള്ളാം, എന്തായാലും ബാക്കി പറഞ്ഞിട്ട് എന്തായാലും ഇതിന്റെ ഒരു പറഞ്ഞ ഈ എമൗണ്ട് നമുക്ക് ഡിസ്പേഴ്സ് ആവുമെന്ന് പറഞ്ഞ ആ ദിവസം ഈ ആള് ഡിസപ്പിയർ ആവുകയാണ്. വളരെ നല്ല കാര്യം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കോടികൾ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ അഭിരാമിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച അയാൾ അങ്ങോട്ട് നൈസായിട്ട് സ്കൂട്ടായി നടത്തും. വല്ലാത്തൊരു ഗതികേട് തന്നെ കേട്ടോ. ബാക്കി പറഞ്ഞതായിരുന്നു ദിസ് ഈസ് ഹാപ്പനിങ് ഡ്യൂറിങ് ലാസ്റ്റ് ഡിസംബറിൻ്റെ അവസാനവും ജാൻ തുടക്കവും ആ ഒരു സമയത്താണ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു സീനിൻ്റെ പാരലായിട്ട് എനിക്കുണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഒരു ഹ്യൂജ് ഫണ്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് വേറെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് വരും. നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും അതിനൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പേ ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോമിസ് ചെയ്യാനുള്ളൊരു സാഹചര്യം വരും. അപ്പം അങ്ങനെ ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് എടുത്തു. പക്ഷേ ഇയാൾ വൺ ഫൈൻ ഡേ ഡിസപ്പിയർ ആവുന്നതോടുകൂടെ ഞാനും എൻ്റെ കമ്മിറ്റ്മെൻറ്റ്സ് മാത്രം ബാക്കിയായി. ആൻഡ് ദെൻ ഞാൻ ഓരോ ദിവസവും മുമ്പെന്ന് പറഞ്ഞാൽ ഇത് പിച്ച് ചെയ്യുന്ന സമയത്ത് ഇയാൾ എല്ലാ അരമണിക്കൂറും ഇങ്ങോട്ട് മെസ്സേജ് ചെയ്ത് വർക്കിൻ്റെ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ്സ്, ഇതിങ്ങനെയാണ്, ഇത് ഈ പേപ്പർ വർക്ക് ഇങ്ങനെയായി, അതെവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അപ്ഡേറ്റ്സ് വരും. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. അവർക്ക് കിട്ടേണ്ട തുക കിട്ടുന്നത് വരെ അവരിങ്ങോട്ട് എപ്പോഴും വിളിച്ചോണ്ടേയിരിക്കും. ദിവസം 4 നേരമൊക്കെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യും. ഭയങ്കര കെയറിംഗ് ആയിരിക്കും അവർക്ക് നമ്മളോട്. അവരുടെ കെയറിംഗ് കണ്ടാൽ നമുക്ക് തോന്നുക ഇവരെ പോലെ നല്ലൊരു മനുഷ്യൻ ഈ ലോകത്തെ ഉണ്ടായിരിക്കില്ല എന്നുള്ളതായിരിക്കും. അമ്മാതിരി കെയറിംഗ് ആയിരിക്കും. ആ കെയറിങ്ങിനെ പുറത്ത് നമ്മൾ അവരെ അങ്ങോട്ട് വിശ്വസിച്ച് പോകും എന്നുള്ളതാണ്. അവസാനം അവർ ചോദിക്കുന്ന ഫീസൊക്കെ നമ്മൾ അയച്ചു കൊടുക്കും. അങ്ങനെ അയച്ചു കൊടുത്ത് അവർക്ക് കിട്ടേണ്ട തുക കിട്ടി കഴിഞ്ഞാണെങ്കിൽ അവരെ നൈസായിട്ട് നമ്മൾ മുങ്ങും. ഇതൊക്കെ എത്ര നമ്മൾ കേട്ടിരിക്കുന്നില്ലേ. പക്ഷെ എന്നിട്ടും പഠിക്കാതെ വീണ്ടും ചാടി കൊടുക്കുന്ന കുറെ എണ്ണുണ്ട് കേട്ടോ. പിന്നെ അവരുടെ ജീവിതം അതിനായിട്ട് ഉഴിഞ്ഞു വെച്ചതാണ്, പറഞ്ഞ കാര്യമില്ല. ബാക്കി പറഞ്ഞാലും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അപ്ഡേറ്റ്സ് വരുമായിരുന്നു. പിന്നെ ഇത് നടക്കുന്നില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ പിന്നെ നമ്പറിൽ വിളിച്ചാൽ എടുക്കുന്നില്ല, നമ്പർ ഓഫ് ആവുന്നു, അങ്ങനെ ഭയങ്കര സീൻ. അങ്ങനെ ഒരു ജാൻ മിഡൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് മനസ്സിലായി പണി കിട്ടിയതാണെന്ന്. അപ്പോൾ എനിക്ക് അപ്പം ഇത് പറയുമ്പോൾ എനിക്ക് വിഷമം വരും. കാരണം നമ്മുടെ സ്വപ്നത്തെ വെച്ചിട്ടാണ് ആൾ കളിച്ചത്. അപ്പോൾ അതും നമുക്ക് പരിചയമൊന്നുമില്ല എന്ന് വെച്ചാൽ യാതൊരു പരിചയമില്ലാത്ത ആളെന്നുള്ള രീതിയിലല്ല. നമ്മൾ ബിസിനസ് പ്രപ്പോസൽസ് ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു പിച്ച് ഏതെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ ഒരാൾ വന്ന് പിച്ച് ചെയ്യുന്നു, നമുക്കത് കൺവിൻസിങ് ആണെങ്കിൽ നമ്മളത് മുമ്പോട്ട് എടുക്കും എന്നൊക്കെയുള്ള രീതിയിലാണല്ലോ അതൊക്കെ ശരി തന്നെയാണ്. നമ്മൾ ഒരിക്കലും മുൻപരിചയത്തിന് പുറത്തൊന്നും ആയിരിക്കില്ല എല്ലാവരുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തുക. മുൻപരിചയമില്ലാത്ത ഒരുപാട് ആളുകളുമായി നമുക്ക് സാമ്പത്തിക ഇടപാട് നടത്തേണ്ടി വരും. അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ സാമ്പത്തിക ഇടപാട് നടത്തുന്ന വ്യക്തിയുടെ റെപ്യൂട്ടേഷൻ നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. റെപ്യൂട്ടഡ് ആയിട്ടുള്ള എത്രയോ സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, അല്ലെ? അങ്ങനെ ഇരിക്കെ തന്നെ യാതൊരു റെപ്യൂട്ടേഷനും ഇല്ലാത്തൊരു ഫ്രോഡിന്റെ കയ്യിൽ തന്നെ ചെന്ന് പെടുക എന്ന് പറഞ്ഞാൽ അതിനെ മണ്ടത്തരം എന്ന് വിളിക്കാനാകും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെയൊക്കെ തന്നെ അയാളുടെ വാക്സാമർത്ഥ്യത്തിൽ ഈ പറയുന്ന അഭിരാമി വീണ് പോയതാകും. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. നന്നായി പറ്റിക്കാൻ അറിയുന്ന ആളുകൾക്ക് നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ടാവും. ചിലപ്പോൾ അയാളുടെ സംസാരത്തിൽ അഭിരാമി ഇങ്ങനെ ബ്ലാങ്ക് ഔട്ട് ആയി പോയിണ്ടാകും. രണ്ടാമതൊന്ന് ചിന്തിക്കാനുള്ള അവസരം അയാൾ കൊടുത്തു കാണില്ല. അതോടൊക്കെ തന്നെയായിരിക്കണം ലക്ഷങ്ങൾ അയാൾക്ക് അഭിരാമി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. എന്തായാലും പോയത് പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി പറഞ്ഞാലും അതൊക്കെ പോകും. നമുക്ക് എല്ലാം പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് കൂടെ മാത്രമല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പം ഓക്കെ, ഞാനതൊരു മിഡ് ഓഫ് ജാൻ ആകുമ്പോഴത്തേക്കും മനസ്സിലാക്കി. പക്ഷേ ഇതിനകത്ത് എനിക്ക് പറ്റിയ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ എടുത്ത കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ എൻ്റെ ബ്രേക്കായി. എനിക്ക് എല്ലാവരോടും ഒന്നും അങ്ങനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനുമുള്ള എനിക്കതിനുള്ളൊരു മെൻറ്റൽ സ്ട്രെങ്ത് കിട്ടിയില്ല ആ സമയത്ത്. പക്ഷേ പാരലായിട്ട് വിത്ത് ഗോഡ്സ് ഗ്രേസ് സിൻസ് മൈ ബിസിനസ് നല്ല രീതിക്ക് പോകുന്നത് കൊണ്ട് എവിടെയോ ഫുള്ളി ഞാൻ ബ്രേക്ക് ഡൗൺ ആയില്ല. ഇപ്പോഴാണെങ്കിലും ഒരു 5 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്കിതിനെപ്പറ്റി സംസാരിക്കാനുള്ള സ്ട്രെങ്ത് ഈ പറഞ്ഞ പോലെ പാരലലി എൻ്റെ വർക്ക് വാസ് ഡൂയിങ് ഗുഡ്. അപ്പോൾ അതങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു ഹോൾ ഇൻസിഡൻറ്റ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ ഉണ്ടായ മെയിൻ റീസൺ എന്ന് വെച്ചാൽ എന്നെപ്പോലെ സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ബിസിനസ് പരമായിട്ട് വാട്ടെവർ പ്രൊഫഷൻ റിലേറ്റഡ്. അപ്പോൾ ഫിനാൻഷ്യൽ സീൻസൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ പൊട്ടത്തരങ്ങളിൽ പോയി വീടരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രൈമറി ഇത്. പക്ഷെ കറക്റ്റ് പൊട്ടത്തരങ്ങളിൽ തന്നെ അഭിരാമി ചെന്ന് വീണ് കൊടുത്തു എന്നുള്ളതാണ്. അത് പിന്നെ അങ്ങനെ വരും. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് വികാര തളിച്ചതിന് പുറത്ത് നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. അതാണ് പലപ്പോഴും നമുക്ക് വിനയായിട്ട് മാറാറുള്ളത്. ഇവിടെ അഭിരാമിയെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണല്ലോ സംഭവിച്ചിട്ടുള്ളത്. ഒരാൾ വന്ന് കോടികളുടെ ഓഫർ തന്നപ്പോഴേക്കും അതുവരെയുള്ള ചിന്തകളെല്ലാം മറന്നു അയാളുടെ ഓഫറിൽ അഭിരാമി ഇങ്ങനെ വീണ് പോയി എന്നുള്ളതാണ്. ഇതെല്ലാ മനുഷ്യന്മാർക്കും പലപ്പോഴും സംഭവിക്കുന്ന മിസ്റ്റേക്ക് തന്നെയാണ്. എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി മുന്നോട്ട് എന്തെന്നുള്ളത് നോക്കാം. ഇനി ഇത്തരം വലകളിൽ ചെന്ന് വീഴാതിരിക്കുക. ഇതൊരു പാഠമായി മാത്രം കരുതുക. വേറെ ഇവിടെ പ്രത്യേകിച്ചൊന്നും എനിക്കിവിടെ പറയാനില്ല. എന്തായാലും അഭിരാമിമാക്കി പറഞ്ഞാട്ടെ. മെയിൻലി ഇങ്ങനത്തെ ട്രാപ്പിലൊന്നും ആരും പോയി പെടാതിരിക്കാനും, രണ്ടാമത് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തതും ഒക്കെയും രീതിയിൽ ഞാൻ
ഐ ഹവ് ലെറ്റ് ഡൗൺ എ കപ്പിൾ ഓഫ് പീപ്പിൾ. അപ്പോൾ എനിക്ക് അവരെ എല്ലാവരും വിളിച്ച് സംസാരിക്കാനെന്നുള്ളൊരു സ്ട്രെങ്ത് ഇല്ല. കാരണം ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ഫോൺസ് എടുക്കാണ്ടായി, എൻ്റെ കോൾസ് ഫോർവേഡിലിട്ടു, എൻ്റെ സിം തന്നെ യൂസ് ചെയ്യാണ്ടായി, ഞാൻ കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ചെയ്തായിരുന്നു. എൻ്റെ പേരൻസ് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഫാമിലിക്ക് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പം ഫൈനലി ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, ദിസ് ഇസ് ദ ടൈം ടു ലെറ്റ് ഇറ്റ് ഔട്ട്. ബിക്കോസ് ഈ റീസെൻ്റായിട്ട് ഈ ഇഷ്യൂ ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഞാൻ ഈ പറയുന്ന ആൾക്കൊന്ന് മെസ്സേജ് ചെയ്തായിരുന്നു. അതായത് ഞാൻ ഇച്ചിരി വീക്കായിരിക്കുകയാണ്, പ്രശ്നങ്ങൾ കുറച്ച് സോർട്ട് ചെയ്യാനുണ്ട്, അതൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ കം ബാക്ക് ടു യു, അതുവരെ ഒന്ന് യു ക്യാൻ ഹോൾഡ്, ഡോ വറി. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇട്ടപ്പോഴത്തേക്കും പിന്നെ ഇയാൾ പറഞ്ഞു 2-3 ദിവസം ഞാൻ കുറച്ച് എനിക്കറിയാം ഞാനൊരു വലിയ പ്രശ്നത്തിൽ നിങ്ങൾക്ക് ഇതായി എന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലായി, പക്ഷേ ഐ ഫിക്സ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 2-3 ഡേയ്സിന് പിന്നെയും ഒരു കമ്മിറ്റ്മെൻറ്റ് ആയിരുന്നു. ആ കമ്മിറ്റ്മെൻറ്റ് പിന്നെയും ബ്രേക്ക് ആയപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് മെസ്സേജ് ചെയ്തു, സി ദിസ് ഇസ് ഇറ്റ്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ പിന്നെയും നമ്മൾ സ്റ്റുപ്പിഡായിട്ട് വിശ്വസിച്ച് പോയത് നമ്മുടെ തെറ്റ്. ഒരു തവണ അയാളുടെ കെണിയിൽ പെട്ട് കുറെ ക്യാഷ് പോയതും പോരാഞ്ഞിട്ട് വീണ്ടും അയാളുടെ വരെ തന്നെ ചെന്ന് ചാടിക്കൊടുത്തേക്കുന്നു. എന്താ ഇതിനൊക്കെ പറയല്ലേ. എന്തായാലും രണ്ടാമത്തെ തവണ വീണ്ടും അയാൾ പറ്റിക്കുമെന്ന് കണ്ടതോട് ഉൾവലിഞ്ഞത് നന്നായി, ഇല്ലായിരുന്നെങ്കിൽ വീണ്ടും മോങ്ങിയിരിക്കേണ്ടി വന്നേനെ. എനിവേ, ഇങ്ങനെയൊക്കെയാണ് ഗാനങ്ങളുടെ കിടപ്പ് വശം എന്ന് പറയുന്നത്. പക്ഷെ ഇത്രയൊക്കെ അഭിരാമി പറഞ്ഞെങ്കിൽ കൂടിയും ആളുടെ പേര് വിവരങ്ങളൊന്നും അഭിരാമി വെളിപ്പെടുത്തിയിട്ടില്ല അല്ലേ. അതിന്റെ കാരണവും അഭിരാമി പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ഇതിനകത്ത് ഈ ആളുടെ പേര് ഞാൻ ഷെയർ ചെയ്യാത്തതിന് 2 റീസൺസ് ആണുള്ളത്. ഒന്ന്, ആ കറക്റ്റ് പേരിലുള്ള ആളാണെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള പേരും എനിക്കറിയുന്ന ഓൺലൈനിലുള്ള എന്താ പറയുക ഐഡൻറ്റിറ്റി മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്, ഫസ്റ്റ് തിങ്. പിന്നെ ഈ രണ്ടാമത് മെസ്സേജ് ചെയ്ത് പിന്നെയും നമ്മളെ പറ്റിക്കാൻ നോക്കുന്നൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും തന്നെ അയാളുടെ ഇൻസ്റ്റഗ്രാമൊക്കെ ഡിലീറ്റ് ചെയ്തായിരുന്നു. ആൻഡ് another thing, ഞാൻ ഇതിന് ലീഗലി ലൈക്ക് ഐ എം ഗോണ മൂവ് അഹെഡ് വിത്ത് ദിസ് ലീഗലി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഡിഫമേഷൻ പോലത്തെ രീതിയിൽ അയാൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പേര് ആസ് സച്ച് റിവീൽ ചെയ്യുന്നത്. പക്ഷേ പ്രൈമറിലി കറക്റ്റ് പേരാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ? അയാളുടെ പേര് പബ്ലിക്കിൽ വെളിപ്പെടുത്തിയെന്ന് കരുതി ലീഗലി മൂവ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും, എനിക്ക് തോന്നുന്നില്ല. പിന്നെ അഭിരാമിക്ക് അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഓക്കെ, പേര് വെളിപ്പെടുത്തണ്ട. പക്ഷെ അയാളെ കുറിച്ച് ഇൻഡയറക്ട്ലി പല സൂചനകളും നൽകാൻ അഭിരാമിക്ക്, അങ്ങനെ ഒരു സൂചനയെങ്കിലും അഭിരാമിക്ക് നൽകാമായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, അയാൾ ഇനിയും ഒരുപാട് ആൾക്കാരെ പറ്റിക്കും. അഭിരാമിയെ പോലെ അത്യാവശ്യം സെലിബ്രിറ്റി ഫേസുള്ള ഒരാളെ ഈസി ആയിട്ട് അയാൾക്ക് പറ്റിക്കാൻ പറ്റിയെങ്കിൽ, ലക്ഷക്കണക്കിന് രൂപ അയാൾക്ക് അഭിരാമിയിൽ നിന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റിയെങ്കിൽ, ഇതേപോലെ ഇഷ്ടംപോലെ ആളുകൾ അയാൾക്ക് പറ്റിക്കാൻ പറ്റും. ഇപ്പൊ അയാൾ ഒരുപാട് ആളുകൾ ഇതേപോലെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. സോ അവർക്കൊരു അവയർനെസ് നൽകാൻ ഈ വീഡിയോ ഉപകരിച്ചേനെ. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു അവയർനെസ് ലെവലിലേക്ക് വീഡിയോ മാറിയേനെ. എന്തായാലും അഭിരാമിക്ക് അഭിരാമിയുടേതായ ഇൻസെക്യൂരിറ്റികൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മാനിക്കുന്നു അല്ലെ. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എനിക്കിവിടെ ഒന്നേ പറയാനുള്ളൂ, ഇനിയെങ്കിലും ആരും ഇത്തരത്തിലുള്ള ചതിക്കണികളിൽ ചെന്ന് വീഴാതിരിക്കുക. പരിചയമില്ലാത്ത ആളുകളുമായിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാക്സിമം ഒഴിവാക്കുക. ഇവിടെ പരിചയമുള്ള ആളുകൾ തന്നെ എത്രയോ പറ്റിക്കുന്നത് അല്ലെ, എന്നിട്ടാണ് പരിചയമില്ലാത്ത ആൾക്കാർ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.